വി.എസ്. അച്യുതാനന്ദൻ നേതാവിനെ അന്ത്യവിശ്രമം കൊള്ളാൻ പോകുന്ന വലിയ ചുടുകാടിലേക്ക് ആയിരക്കണക്കിന് ആളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പ്രധാനപ്പെട്ട പാർട്ടി പ്രവർത്തകരെ അടക്കം ഇവിടെ നിന്ന് പുറത്തേക്ക് നീക്കുകയാണ്. അതിനുശേഷമാണ് ആളുകളെയൊക്കെ ഇവിടെ അവസാന ക്രമീകരണത്തിന് വേണ്ടി നിൽക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഒപ്പം ശൂരനാട് മുൻ ഏരിയ സെക്രട്ടറി കൂടിയായ പി.ബി. സത്യദേവൻ ചേരുന്നുണ്ട്. എങ്ങനെയാണ് വി.എസ്. എന്ന് പറയുന്ന ഒരു നേതാവിനെ, താങ്കളുടെ തലമുറയേക്കാൾ എത്രയോ പ്രായമുള്ള ഒരു മനുഷ്യനാണ്, അദ്ദേഹത്തെ എങ്ങനെയാണ് ഓർക്കുന്നത്? നാടിൻ്റെ ഒരു വികാരമാണല്ലോ. നാടാകെ ഹൃദയത്തിലേറ്റുപിടിക്കുക ഒരു ജനകീയ നേതാവിൻ്റെ വിയോഗമാണ്. അതാണ് ഇന്നലെ പാതയോരങ്ങളിലെല്ലാം കണ്ടത്. നിറകണ്ണുകളോടെയാണ് കർഷക തൊഴിലാളികളും കശുവണ്ടി തൊഴിലാളികളും എല്ലാം അദ്ദേഹത്തെ വരവേറ്റത്. ആ സാന്നിധ്യം ഉറപ്പിക്കാനാണ് നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ഇവിടേക്ക് ആൾക്കാർ ഒഴുകിയെത്തുന്നത്. ആ പ്രിയപ്പെട്ട നേതാവിനെ ഒരു നോക്ക് കാണാൻ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വീണ്ടും വീണ്ടും ആൾക്കാർ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്, ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളുടെ സൗണ്ടിൽ നിന്നുണ്ട് മാതാപിതാക്കൾ, കുട്ടികൾ എല്ലാവരും ഉറക്ക വിളിക്കുകയാണ് കണ്ണേ കേരളേ VSI എന്ന്. ആ സ്വരം ഇങ്ങനെ സമൂഹത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതിലേക്ക് മാറി. അതാണ് കർഷക തൊഴിലാളിയുടെ സ്ഥാപക നേതാവായ VS-ന് കൊടുക്കാനൊക്കെ ആവുന്ന ഏറ്റവും വലിയ കരുത്ത്. ആ VS-ൻ്റെ ഓർമ്മ ഞങ്ങൾക്കെന്നും കരുത്താകും എന്നുള്ള കാര്യം യാതൊരു തർക്കവുമില്ല. അതോടൊപ്പം തന്നെ ഇപ്പോൾ കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗവും മുൻ SFI നേതാവുമായ G. മുരളീധരൻ കൂടി ചേർന്നുണ്ട്. ഈ SFIയുടെ ഒരു സമരമുഖത്ത് പോലീസ് പന്തൽ പൊളിക്കുമ്പോൾ VS-നെ പോലെ ഒരു തലമുതിർ നേതാവ് വന്ന് അവിടെ ഇരിക്കുകയാണ്. അദ്ദേഹം ഒരു കസേരയൊക്കെ ഇട്ട് രാത്രിയെല്ലാം ഉറക്കമൊഴിഞ്ഞ് അവിടെ ഇരുന്ന് ഞാനിരിക്കുന്നെങ്കിൽ ഏത് പന്തലാണ് പൊളിക്കുന്നത് കാണട്ടെ എന്നത്. എങ്ങനെയാണ് ഒരു SFI സമരത്തിലേക്കൊക്കെ ഇത്ര മുതിർന്ന ഒരു നേതാവ് കടന്നു വന്ന അനുഭവത്തെയൊക്കെ ഓർക്കുന്നത്? അതാണ് VS മണ്ണിനും മനുഷ്യനും വേണ്ടി ജീവിച്ച ഒരു കമ്മ്യൂണിസ്റ്റാണ്. അതുകൊണ്ടാണ് മലയാളികൾ അദ്ദേഹത്തെ നെഞ്ചേറ്റിയത്. അതുകൊണ്ടാണ് ഇന്നലെ തിരുവനന്തപുരം മുതൽ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കേരളം മുഴുവൻ VS-ലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. VS ജന്മിത്വത്തിനും സാമ്രാജ്യത്തിനും എതിരായി പോരാടിയ ഒരു ധീരനായ വിപ്ലവകാരിയായിരുന്നു. അദ്ദേഹം ആ പോരാട്ടത്തോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലെ പരിസ്ഥിതി പ്രശ്നങ്ങളിൽ മനുഷ്യനുമായി ബന്ധപ്പെടുന്ന എല്ലാ വിഷയങ്ങളിലും അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. അവർ നടത്തുന്ന പോരാട്ടങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും കൊടുത്തു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് വിദ്യാർത്ഥി സമരങ്ങൾക്കും അദ്ദേഹം പിന്തുണ നൽകിയത്. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ കച്ചവടവൽക്കരിക്കാൻ വേണ്ടി വലതുപക്ഷ ഗവൺമെൻറ്റുകൾ ശ്രമിച്ചപ്പോൾ അതിനെതിരായി നടത്തിയ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ ചോരയിൽ മുക്കി കൊല്ലാനും ആ ജനാധിപത്യപരമായ സമരത്തെ തകർക്കാനും ശ്രമിച്ചപ്പോൾ VS-നെ പോലെയുള്ള കേരളത്തിൻ്റെ പോരാളി എത്തുന്നത് വിദ്യാർത്ഥികൾക്കെന്നും ആവേശമാണ്. അതാണ് ആ വിദ്യാർത്ഥി സമരങ്ങളിലെല്ലാം തന്നെ കേരളം കണ്ടത്. അതുതന്നെയാണ് VS എന്ന് പറയുന്ന ഒരു തലമുതിർന്ന നേതാവായിരിക്കുമ്പോൾ പോലും കേരളത്തിലെ വിദ്യാർത്ഥികൾ SFIക്കാർ സമരം ചെയ്യുമ്പോൾ ആ സമരപ്പന്തലിലേക്ക് അന്ന് തന്നെ ഏകദേശം 79-80 വയസ്സുള്ള ഒരു മനുഷ്യനാണ് എത്തിച്ചേരുന്നത്. അദ്ദേഹം സമരപ്പന്തലിൽ വന്ന് ഇരിക്കുകയാണ്. സമരപ്പന്തൽ പോലീസ് പൊളിച്ചു കളയുകയാണെങ്കിൽ ഞാനിവിടെ ഇരിക്കുന്നു, പ്രതിപക്ഷ നേതാവാണ് ഇരിക്കുന്നത്, ഇനി ആരാണ് അദ്ദേഹത്തെ ഈ സമരപ്പന്തൽ പൊളിക്കാനുള്ളത്, ഞാനിവിടെ ഇരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വിദ്യാർത്ഥികൾക്കൊപ്പം രാവിലെ വരെ ഇരിക്കാൻ തയ്യാറാവുന്ന ഒരു പ്രതിപക്ഷ നേതാവ്. അത്രമേൽ പ്രായമുള്ളപ്പോഴാണ് അദ്ദേഹം അത്തരമൊരു സമരമുഖത്തൊക്കെ നിൽക്കുന്നത് എന്ന് ഓർക്കണം. അങ്ങനെ ഏത് സമരമായിക്കോട്ടെ, പെമ്പിളയൊരുമയുടെ സമരമൊക്കെ നടക്കുമ്പോൾ VS നേരെ മൂന്നാറിലേക്ക് പോവുകയാണ്. 80 വയസ്സിന് കഴിഞ്ഞ ഒരു മനുഷ്യനാണ് ഇങ്ങനെയൊക്കെ പോകുന്നതെന്നും ആ സമരമുഖത്തേക്ക് എത്തുന്നതും എന്നൊക്കെ ആലോചിക്കണം. അങ്ങനെയൊക്കെയുള്ള ഒരു സമരത്തിന് അതുവരെ ഉണ്ടായിരുന്ന ഒരു മാനത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യനാണ് VS. അങ്ങനെയാണ് അദ്ദേഹം സമരങ്ങളിലൊക്കെ ഏത് സമരം നടത്തുമ്പോഴും ആളുകൾ ആഗ്രഹിക്കുന്നത് VS-നെ പോലെ ഒരു നേതാവ്, അല്ലെങ്കിൽ VS അവിടെ എത്തണം, ഞങ്ങളുടെ സമരത്തിൻ്റെ മുദ്രാവാക്യം അദ്ദേഹം ഏറ്റെടുക്കണം എന്നുള്ളത്. അദ്ദേഹത്തിന് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ, മറ്റ് സാധാരണ മനുഷ്യർ അവർ ഉന്നയിക്കുന്ന ഏത് വിഷയങ്ങളിലും അത് ന്യായമുള്ള കാര്യമാണെങ്കിൽ, നീതിയുള്ള വിഷയമാണെങ്കിൽ ആ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ അദ്ദേഹം മുൻപന്തിയിൽ നിന്നുകൊണ്ട് അദ്ദേഹം എത്തുന്നതോടുകൂടി അതുവരെ ഉണ്ടായിരുന്ന സമരത്തിന് മറ്റൊരു രീതിയിലേക്ക് മാറ്റം വരുത്താൻ കഴിയുന്ന ഒരു നേതാവാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ആളുകളൊക്കെ ഈ കേരളത്തിൻ്റെ എത്രയോ ദൂരദേശങ്ങളിൽ നിന്നടക്കം ഈ വലിയ ചുടുകാടിലേക്ക്, ആലപ്പുഴയിലേക്ക് എത്തി അദ്ദേഹത്തിന് അന്തിമാഭിവാദ്യം അർപ്പിക്കാനായി കാത്തു നിൽക്കുന്നത്.